ഡിയർ ഫ്രണ്ട്സ്, ഉണ്ണുനീലി സന്ദേശമോ? അല്ലേ അല്ല. എന്നാൽ മലയാളികൾക്ക് അങ്ങനെ സാമ്യം തോന്നുന്ന ചില പദങ്ങളാണ് IUPAC മൂലകങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. IUPACയുടെ ഈ നോമൻക്ലേച്ചർ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ണുനീലി, ഉണ്ണി ഇങ്ങനെയൊക്കെ ഓർമ്മ വരുന്നത് സ്വാഭാവികം മാത്രം. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇവിടെ നിങ്ങൾക്ക് S ബ്ലോക്ക് എലമെൻറ്റ്സിനെ കാണാം. ദെൻ റൈറ്റ് സൈഡിൽ P ബ്ലോക്ക് എലമെൻറ്റ്സ് ഇൻക്ലൂഡിങ് ഇനേർട്ട് ഗ്യാസസ്. Then in between S and P block there is the D block elements. And below the main table there is lanthanides and actinides, that is the F block elements. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിക്ക പീരിയോഡിക് ടേബിളിലും കാണാൻ കഴിയുന്നത് ഏതാണ്ട് 109 വരെയുള്ള മൂലകങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡേൺ പീരിയോഡിക് ടേബിളാണ്. എന്നാൽ നമുക്ക് അധികം പരിചയമില്ലാത്ത കുറച്ചേറെ മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ വന്നിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഇനേർട്ട് ഗ്യാസിൽ വന്നെത്തി നിൽക്കുന്ന എലമെൻറ്റ്സ് 109 മുതൽ 118 വരെ എത്തി നിൽക്കുന്ന ഒരു ലോങ് പീരിയോഡിക് ടേബിളാണ് അതിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ. ഇതിൽ തന്നെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ അറ്റോമിക് നമ്പർ 92 യുറേനിയത്തിന് ശേഷമുള്ള എല്ലാ എലമെൻറ്റ്സും, യുറേനിയം റേഡിയോ ആക്റ്റീവാണ്. യുറേനിയത്തിന് ശേഷമുള്ള എല്ലാ എലമെൻറ്റ്സും യുറേനിയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചതായതുകൊണ്ട് അവയ്ക്ക് ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് എന്നാണ് പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സാണ്. നമുക്ക് അത് കൂടാതെ തന്നെ പല ഗ്രൂപ്പുകളിലും റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സിനെ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഹാലജൻ ഫാമിലിയിലെ അസ്റ്റാറ്റിൻ റേഡിയോ ആക്റ്റീവാണ്. അതുപോലെ തന്നെ ആൽക്കലി മെറ്റൽസിലും ഫ്രാൻസിയം, അതും റേഡിയോ ആക്റ്റീവാണ്. ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. എങ്കിലും യുറേനിയത്തിന് ശേഷമുള്ള എല്ലാ എലമെൻറ്റ്സും റേഡിയോ ആക്റ്റീവ് ആണെന്ന് മാത്രമല്ല, അവ യുറേനിയത്തിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ വഴി സിന്തസൈസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സാണ്. അതുകൊണ്ട് അവയെ ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ 100ാമത്തെ എലമെൻറ്റ് ഫെർമിയം സിമ്പൽ FM, ദെൻ 101 മെൻഡലീവിയം, നൊബീലിയം, ലോറൻഷ്യം, ഇങ്ങനെ പോകുന്നു. അതിനുശേഷം 104 റൂദർഫോർഡിയം, ഡപ്നിയം, സെബോർജിയം, ബോറിയം, ഇങ്ങനെ പോകുന്നു. എന്നാൽ ഈ എലമെൻറ്റ്സിനെല്ലാം ഇങ്ങനെ പേരുകൾ വന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഇവിടെ 104ാമത്തെ എലമെൻറ്റ് RH എന്ന സിമ്പലായിട്ട് റൂദർഫോർഡിയമാണ് പീരിയോഡിക് ടേബിൾ നമ്മൾ കാണുന്നത്. ഈ 104ാമത്തെ എലമെൻറ്റ് കണ്ടുപിടിച്ചതോടുകൂടി ഒരു തർക്കമുണ്ടായി. അമേരിക്കൻസ് അതിന് റൂദർഫോർഡിയം എന്ന പേര് സജസ്റ്റ് ചെയ്തു. എന്നാൽ സോവിയറ്റ് യൂണിയൻ അതിന് കുർച്ചറ്റോവിയം എന്ന പേരാണ് നിർദ്ദേശിച്ചത്. ഇത് തർക്കമായപ്പോൾ IUPAC ഒരു തീരുമാനമെടുത്തു. പൊതുവിൽ 100ന് ശേഷമുള്ള എല്ലാ എലമെൻറ്റ്സും വളരെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് വരെ തൽക്കാലം ഒരു പേര് എന്ന നിലയിൽ IUPAC ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതൊരു നമ്പർ സിസ്റ്റമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു സിസ്റ്റവും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ, അതിന് ചില റെഫറൻസുകൾ വേണം. അപ്പോൾ നമ്മളതൊരു 100 അറ്റോമിക് നമ്പർ 100 വരുന്ന എലമെൻറ്റിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ഫെർമിയം. അതിനുശേഷം ഒരു 101 മുതൽ ഈ സിസ്റ്റം, പുതിയ IUPAC സിസ്റ്റം ഓഫ് നെയിമിംഗ് ഓഫ് ന്യൂ ഡിസ്കവേർഡ് എലമെൻറ്റ്സ്, അത് അംഗീകരിക്കാനാണ് IUPACയുടെ തീരുമാനം. അങ്ങനെ 101 മുതൽ നമുക്കറിയുന്ന 118ാമത്തെ എലമെൻറ്റ് വരെയാണ് നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിച്ച് നെയിം ചെയ്യേണ്ടത്, നിലവിലുള്ള എലമെൻറ്റ്സിനെ. അതിനായി IUPAC സ്വീകരിച്ചത് ഈ അറ്റോമിക് നമ്പറിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റ്സുകൾ, ആ ഡിജിറ്റ്സിൽ ചില നൊട്ടേഷൻസ് കൊടുക്കുന്നു. അപ്പോൾ 0 എന്നാൽ നിൽ എന്ന്, 1ന് UN, നമ്മൾ യൂണി എന്ന് പറയുമല്ലോ, UN, ദെൻ 2 ബൈ, 3 ട്രൈ,
ഇനി വ്യത്യാസം വരുന്നത് 4 ആണ്. നമ്മൾ സാധാരണ ടെട്ര എന്നാണ് വിളിക്കുന്നത്. ഇവിടെ അതിന് ക്വാഡ് എന്നാണ് കൊടുക്കുന്നത്. 5 പെൻറ്റ്, ദെൻ 6 ഹെക്സ്, 7 സെപ്റ്റ്, ദെൻ 8 ഒക്റ്റ്, 9 ENN. അപ്പം ഇത് പേരിന് കൊടുക്കാം ഈ ലെറ്റേഴ്സ് വരുന്ന അനുസരിച്ച്. ഇനി ഇതിന് ഈ ഓരോ നൊട്ടേഷൻസ് ഉപയോഗിക്കുമ്പം അതിൻ്റെ ഒരു സിമ്പൽ, ഉദാഹരണത്തിന് ഇപ്പോൾ സോഡിയത്തിനെ നമ്മൾ നേട്രിയം എന്ന് പറയുമ്പം NA സിമ്പൽ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പേര്, എലമെൻസിൻ്റെ പേരിട്ട് കഴിഞ്ഞിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു സിമ്പൽ വേണം. അതിന് വേണ്ടിയിട്ട് ഈ ഓരോ നൊട്ടേഷൻ്റെയും ഫസ്റ്റ് ലെറ്റർ, ഇപ്പം നിൽ വരുന്നിടത്ത് നമ്മൾ N എടുക്കുക, UN വരുന്നിടത്ത് U എടുക്കുക, B, then T, Q, P, H, S, O, E ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് പേരുകൾ നോക്കാം. ആദ്യത്തെ എലമെൻറ്റ് 101. പിന്നെ കോമൺ ആയിട്ട് എല്ലാ എലമെൻറ്റിൻ്റെയും ഈ ഡിജിറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് അവസാനിക്കുന്നത് IUM അത് നമുക്കറിയാമല്ലോ. പൊളോണിയം, ബെർക്കീലിയം, നൊബീലിയം, റൂദർഫോർഡിയം, ഇങ്ങനെ എല്ലാ പേരിലും IUM അവസാനിപ്പിക്കുന്നതായിട്ടാണ് IUPAC നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 101 എങ്ങനെ പേരിടുമെന്ന് നോക്കാം. ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്. സോ 1 U. ഫസ്റ്റ് പേര് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സോ UN. ദെൻ നിൽ, 0ക്ക് നില്ലാണ്, വീണ്ടും UN ആണ്, UN, പിന്നെ IUM ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ UN, നിൽ, UN, IUM. പക്ഷേ ഇവിടെ സ്പേസിങ് ഇല്ല, ഒരുമിച്ചാണ് എഴുതേണ്ടത്. അതുകൊണ്ട് UN, NIL, UN, IUM. ഇതാണ് 101. അതിൻ്റെ സിമ്പൽ എന്തായിരിക്കും? യുവിൻ്റെ ക്യാപിറ്റൽ U എടുക്കുന്നു, N, പിന്നെ U, ഇതായിരിക്കും. ഓക്കെ. ദെൻ 102 എങ്ങനെ എഴുതാം? UN, നിൽ, ബൈ, പിന്നെ IUM. ഇവിടെ ഒരു I ഉള്ളതുകൊണ്ട് UM അങ്ങ് എഴുതുകയാണ്. ഓക്കെ. 103 UN, നിൽ, ദെൻ ട്രൈ, UN. 104 UN, നിൽ, ക്വാഡാണ്, ക്വാഡ്, IUM. ഓക്കെ. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ എലിമെൻസിനെയും എഴുതാം. ഇനി നമുക്ക് നോക്കേണ്ടത് 111 ആണെങ്കിൽ എങ്ങനെയാണ്? UN, 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 IUM അല്ലേ? അതിൻ്റെ സിമ്പൽ എന്തായിരിക്കും? U, U, U. ദെൻ 114 ആണെങ്കിലോ? UN, UN, ക്വാഡ്, IUM. ഓക്കെ. അതിൻ്റെ സിമ്പൽ U, U, Q. ഇനി 119 വേണമെങ്കിൽ നോക്കാം. 119 ഇങ്ങനെ എഴുതാം. UN, UN, N, IUM. 119 ഇല്ല നമുക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് U, U, E ആയിരിക്കും. അങ്ങനെ 120 UN, ബൈ, നിൽ, IUM. സിമ്പൽ എന്തായിരിക്കും? U, B, N, U, B, N. ഇങ്ങനെ പേരുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും NCERTയുടെ പുസ്തകത്തിൽ ഇവിടെ 1-2 മിസ്റ്റേക്ക് പേരാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ അവിടെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ നിയമം വന്നെങ്കിലും പേരുകൾ IUPAC അംഗീകരിച്ച്, IUPACയുടെ ഒഫീഷ്യൽ നെയിമായിട്ട് വന്നിട്ടുള്ളത് മെൻറ്റലീവിയം 101, നൊബീലിയം, ലോറൻഷ്യം, റൂദർഫോർഡിയം, ഡബ്നിയം, സീബോർഗിയം, ബോറിയം, ഓരോ സയൻറ്റിസ്റ്റുകളുടെ പേരോ രാജ്യത്തിൻ്റെ പേരുകളോ ആണ്. ഹാസിയം, മെയ്റ്റ്നേറിയം, ഡംസ്റ്റേർഷ്യം, റോൺജീനിയം, കോപ്പർനിസിയം. പിന്നെ ഇവിടെ നമുക്ക് 113 പേരില്ല. അപ്പോൾ 113 ഈ പേരാണ് നമ്മൾ IUPAC സിസ്റ്റം അനുസരിച്ചുള്ള UN, UN, ട്രിയം.
ദെൻ 114 ഫ്ലെറോവിയം പേരുണ്ട്. 115 യുഎൻ പെൻഡിയം. ദെൻ ലിവർമോറിയം. ദെൻ ബാക്കി 117 118 ഇത് രണ്ടിനും ഇങ്ങനത്തെ പേരുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് എലമെൻറ്റ് ഇനി ഒരു കണ്ടുപിടിക്കാൻ പോകുന്ന ഏതൊരു എലമെൻറ്റിനും നിങ്ങൾക്ക് ഇതുപോലെ പേരിടാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ 222 ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? ബൈ ബൈ ബൈ. സോ നമ്മൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.